പേരാമ്പ്ര ലാത്തിച്ചാർജിന് പിന്നിൽ CPM ഗൂഢാലോചന. അടിച്ചത് CI അഭിലാഷ് ഡേവിഡ് എന്ന ഷാഫി പറമ്പിൽ. കൃത്യമായ ആസൂത്രണത്തോടെയാണ് പേരാമ്പ്രയിൽ താൻ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ പോലീസ് അതിക്രമമുണ്ടായതെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP. ശബരിമലയിൽ നടത്തിയ കൊള്ള മറച്ചുവെക്കാനാണ് CPM ഗൂഢാലോചന നടത്തി പേരാമ്പ്രയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ആക്രമണം നടത്തിയത്. അയ്യപ്പന്റെ സ്വർണം ചെമ്പായി മാറിയതുപോലെ ഇവിടെ പോലീസിന്റെ ഗ്രനേഡ് ഞങ്ങളുടെ കയ്യിലുള്ള ബോംബാക്കി മാറ്റാനുള്ള കള്ളക്കഥ ജനം കൈയോടെ പിടിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സംശയവും വേണ്ടെന്ന് ഷാഫി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അഭിലാഷ് ഡേവിഡ് എന്ന പോലീസുകാരനാണ് തന്നെ ലാത്തികൊണ്ട് അടിച്ചതെന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഷാഫി പറഞ്ഞു. തലയിലും മൂക്കിലും അടിച്ച ശേഷം തനിക്ക് നേരെ വീണ്ടും ലാത്തി ഊകുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാമെന്നും ഷാഫി വിവരിച്ചു. പിരിച്ചുവിട്ടതായി പറയപ്പെടുന്ന ഈ ഉദ്യോഗസ്ഥനാണ് തന്നെ മർദ്ദിച്ചത്. ഇയാൾ ഉൾപ്പെടെയുള്ള ചില പോലീസുകാരെ 2023 ജനുവരി 16 സസ്പെൻഡ് ചെയ്തതാണ്. മാഫിയ ബന്ധത്തിന്റെ പേരിലായിരുന്നു അന്നത്തെ സസ്പെൻഷൻ. അത് സംബന്ധിച്ച വാർത്ത ജനുവരി 19 വിവിധ മാധ്യമങ്ങളിൽ വന്നിരുന്നു. നിലവിൽ വടകര കൺട്രോൾ റൂം CI ആയ ഇയാളുടെ ചിത്രവും മറ്റും പോലീസ് സൈറ്റിൽ ലഭ്യമല്ല. സസ്പെൻഷനിലായ ശേഷം തിരുവനന്തപുരം മഞ്ചൂരിലെ CPM ഓഫീസിൽ നെത്തി സന്ദർശകനായിരുന്നയാളാണ് അഭിലാഷ് ഡേവിഡ് എന്നും ഷാഫി കുറ്റപ്പെടുത്തി. പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് പോലീസും CPMും നടത്തിയ വ്യാജ പ്രചാരണങ്ങളുടെ തെളിവ് നൽകും. പോലീസിലെ ചിലർ ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് റൂറൽ SP വെളിപ്പെടുത്തിയിട്ട് പോലും കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല. പേരാമ്പ്രയിൽ സംഘർഷം ഒഴിവാക്കാനാണ് UDF ശ്രമിച്ചത്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അക്രമമുണ്ടായതിന്റെ തുടർ ദിനങ്ങളിൽ പേരാമ്പ്രയിൽ യോഗം വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് CPM നേതാക്കൾ സ്വീകരിച്ചത്. CPMന് വേണ്ടി ഗുണ്ടാപ്പണിയെടുക്കുന്നവർ പുറത്തുമുണ്ട്, പോലീസിനകത്തുമുണ്ട്. പുറത്തെ ഗുണ്ടകളെയും അകത്തെ ഗുണ്ടകളെയും സംരക്ഷിക്കുന്ന കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് രക്ഷാധികാരി. പോലീസും ഞങ്ങളും തമ്മിലുള്ള ഒരു സമരത്തിന്റെ സംഘർഷത്തിൽ CPM എന്തിനാണ് റാലി നടത്തുന്നതെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു.